കെപിസിസി അധ്യക്ഷന്റെ പ്രതികരണം. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാക്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. ആരോപണം വന്നയുടൻ സസ്പെൻഡ് ചെയ്തു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പ്രതികരണം കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സണ്ണി ജോസഫ്, ഇത് കുറെ കാലമായി ഉള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പരാതിയിന്മേൽ നടപടിയിലേക്ക് കടക്കുന്നു എന്നതിനപ്പുറം കോൺഗ്രസ് വലിയ കാര്യമാക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? അങ്ങനെ കരുതാൻ കഴിയില്ല സുജയ. കാരണം ഇത് മറ്റു നേതാക്കളുമായി കൂടിയാലോചിക്കാതെ ഉള്ള ഒരു പ്രതികരണമായിട്ട് വേണം ഇതിനെ കരുതാൻ. ഇനിയിപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കളോട് എല്ലാവരോടും സംസാരിക്കേണ്ടതുണ്ട്. UDF നേതൃത്വത്തോട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം MLA സ്ഥാനം രാജിവെക്കാൻ പറയുക എന്ന് പറയുന്നതൊക്കെ അത് മുന്നണി കൂടി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നുള്ളതുകൊണ്ട് ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷന് ഉടനടി പറയാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് അതിജീവിത പരാതി കൊടുത്ത സാഹചര്യത്തിൽ പറയുന്നത് ഇതൊരു പ്രാഥമിക പ്രതികരണമായിട്ട് വേണം കാണാൻ. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുമായി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മലയാളി KC വേണുഗോപാലാണ്. അവരോടുകൂടി സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ ഒരു സംസാരത്തിലൂടെ മാത്രമേ എന്ത് നിലപാടിലേക്കാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് എന്നുള്ളത് അറിയാൻ കഴിയൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പുണ്ടായ ഈ സംഭവം, ഈ പരാതി ഇനിയിപ്പോൾ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന വിഷയങ്ങളിൽ ഉണ്ടായ പാളിച്ചകൾ, അതുപോലെ തന്നെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എല്ലാം വെള്ളത്തിലായി പോകുന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തേ മതിയാകൂ എന്ന് പറയുന്ന ഒരു വികാരം VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തും. തീർച്ചയായും ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.